ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമുക്കിന്ന് പുതിയ ലെസൺ അല്ലേ, 17ാമത്തെ ലെസൺ. എന്താണ് പേര്? ഒന്നിച്ചൊന്നായി മുന്നേറാം അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞ? ഒരുമ തന്നെ പെരുമ, ഐകമത്യം മഹാബലം എന്നൊക്കെ അർത്ഥം വരും അല്ലേ? അപ്പൊ ഒന്നിച്ച് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യാ? നമുക്ക് മുന്നേറാം എന്നാണ് പറഞ്ഞത് അല്ലേ? ഒരുമ വേണം എല്ലാ കാര്യത്തിനും എന്നർത്ഥം. അപ്പോ നമുക്ക് നോക്കാം അല്ലേ? ഒന്നിച്ചൊന്നായി മുന്നേറാന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി നോക്ക്. എല്ലാ കാര്യത്തിലും എന്ത് വേണോ? ഒരുമ വേണം എന്നർത്ഥം അല്ലെ? ജാതി മതങ്ങളോ രാഷ്ട്രീയമോ ഒന്നും ഭേദമല്ലാതെ ഒന്നിച്ചു നിൽക്കണം അല്ലെ എല്ലാവരും. അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്ന് മിസ് പാടാം. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ പാട്ട് ഇതിനു മുമ്പേ? ഈ ടൈപ്പിലുള്ള പാട്ട്. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. എണ്ണം പഠിക്കാറുണ്ടല്ലേ നമ്മള് ചെറിയ ക്ലാസ്സില്? കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോ ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്നു ചിരിക്കണം. മെയ് ചേർന്നു ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. ആരെ കാണുന്ന താഴെ? 4 കുട്ടികളെ കാണുന്നുണ്ടല്ലേ? എന്താ ചെയ്യുന്നവര്? ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലെ? 4-ലുള്ളത് 1 2 3 4. അപ്പൊ 4 ആളുണ്ട് താഴെ അല്ലേ? എന്ത് ചെയ്യുന്നവര്? ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ച് ഒരുമയോടെ നിൽക്കുന്നുണ്ട് അല്ലേ? ഒരുമയോടെ നിന്നാ എന്താ കാര്യം? മുന്നേറാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒന്നിച്ചു നിന്നാല്. ഓക്കെ, അപ്പോ ഒരുമ തന്നെ പെരുമ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരുമയാണ് പെരുമയായിട്ടുള്ളത് എന്നർത്ഥം. പിന്നെന്താ? ഐകമത്യം മഹാബലം അല്ലെ? ഒന്നിച്ചു നിന്നാ നമുക്ക് എന്തിനേയും നേരിടാൻ പറ്റും എന്നർത്ഥം അല്ലെ? അപ്പോ ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് പറഞ്ഞ ശരീരം അല്ലേ? എല്ലാരും കൂടെ ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. അപ്പൊ എല്ലാവരും നല്ല കൂട്ടുകാരായിട്ട് നിൽക്കണം അല്ലെ? ജാതി മത ഭേദങ്ങളൊന്നും ഇല്ലാതെ എല്ലാരും ഒരുമയോടെ വർത്തിക്കണം എന്നാണ് പറയുന്നത് ഇതില്. ഇപ്പൊ ഒന്നുകൂടി നോക്കിക്കോ പാടുന്നത്. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. ഇപ്പൊ ഒന്നെന്നു പറയുമ്പോൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും. പക്ഷെ കൈ കോർത്ത് പിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ക്ലാസ് നിന്നാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ കൈ കോർത്ത് പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിലാണ് ഉള്ളത് അല്ലേ? നമ്മൾ ക്ലാസ് നിന്നാണ് പഠിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു. കൈ കോർത്ത് പിടിച്ചാലോ മെയ് ചേർന്നു ചിരിക്കണം. മെയ് ചേർന്നു ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. അത്രേ ഉള്ളൂ അതില് അല്ലെ? പാഠത്തിന്റെ പേരെന്താണ്? ഒന്നിച്ചൊന്നായി മുന്നേറാം. വായിച്ചു നോക്കിയേ, പറ്റുന്നുണ്ടോ വായിക്കാൻ? ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്ത് പിടിക്കണം. കൈ കോർത്ത് പിടിച്ചാലോ മെയ് ചേർന്നു ചിരിക്കണം. മെയ് ചേർന്നു ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. ഇത്രയേ ഉള്ളൂ അല്ലേ വരികള്? മിസ്സിന്റെ കൂടെ പാടി നോക്കിയൊന്ന്, പാടാൻ പറ്റുന്നുണ്ടോന്ന്? ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നുകൂടി പാടാ. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. പാടുന്നുണ്ടോ? പാടുന്നവരെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പാടാത്തവരിയ്ക്കുന്നുണ്ടേ. നേരം മറന്നു, പഠിക്കാൻ പറ്റില്ല. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം.
ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്നു ചിരിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. അത്രേ ഉള്ളൂ വരികള് അല്ലേ? ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്നു ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. അല്ലേ? ഒന്നിച്ചൊന്നായി ഒരു കുടക്കീഴില് നമുക്ക് എന്ത് ചെയ്യാ? മുന്നേറാൻ പറ്റും. ഒരുമയുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഉലക്ക കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല അല്ലെ? ഇപ്പൊ മിക്സിയിലാണ്. മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട് അല്ലെ? പിന്നെ ഉലക്കയൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആരും. പഴയ കാലങ്ങളിൽ അരിയൊക്കെ ഇങ്ങനെ കൊത്തിപ്പിടിക്കുന്ന സാധനമാണേ. അപ്പൊ ഉലക്ക ഇത്രേ സ്ഥലമുള്ളൂ, അതിൽ കുറെ പേർക്ക് കിടക്കാന്ന് ഒരുമയുണ്ടെങ്കിൽ. ഓക്കെ, ഒന്നുകൂടി. ഒന്നെന്നു ചൊല്ലു. നല്ലോണം തലയിലാട്ടി ഒന്ന് പാടിയേ. ആ, ഒന്നെന്ന്. നിങ്ങളെ വീട്ടിന്നല്ലേ നിങ്ങളെ പാടുന്നേ? ആ, ഒന്ന് ഉറക്കെ പാടിയേ. രാവിലെ അല്ലേ? എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ആരും? ഒന്ന് ഉറക്കെ പാടിയേ എല്ലാവരും നോക്കട്ടെ. കഴിച്ചില്ല റയാനെ? ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ലേ റയാനെ? ഇല്ല അല്ലേ? ഓക്കെ. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ. തലയിലെ രണ്ട് ഭാഗത്തേക്ക് ആട്ടിക്കോ. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ? ആ, ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്നു ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. അല്ലേ? ഓക്കെ. പാടാൻ പറ്റുന്നുണ്ടോ മക്കൾക്ക്? ഓക്കെ. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. കിട്ടിയോ? ആർക്കറിയാം ഇപ്പൊ പാടാൻ ഇത്? ഓക്കെ, ഹാദിയ റാഷിദ്. കൊറേ പേരുണ്ട് റെഡി ആയിട്ട്. വേഗം ഹാദിയ പാടിയേ. ചെല്ലുമ്പോൾ നിൽക്കണം. ഒന്നിച്ച് നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഐഫൂന. ഒന്നെന്ന് പറയുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്ത് പിടിക്കണം. കൈ കോർത്ത് പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷിക രാജ്. ഒന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഓക്കെ. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറണം. ഓക്കെ, മുന്നേറാം. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ?
കൊറേ പേരുണ്ട്. സാവിയോ കേൾക്കുന്നില്ലല്ലോ സാവിയോ. ഒന്നിച്ചൊന്നായി മിന്നേറാം. മെയ് ചേർന്ന് ചിരിക്കണം. ഓക്കെ, ക്ലിയർ ഉണ്ടാവുന്നുണ്ടായിട്ടാ, കേൾക്കുന്നുണ്ടായിട്ടാ. അപ്പൊ നിങ്ങൾ വായിക്കാൻ പഠിക്കണേ നല്ല പോലെ. ഇനി അടുത്ത വായിപ്പിക്കുമല്ലോ ഒരു അത് കഴിഞ്ഞിട്ട്. ഇനി അടുത്ത വർക്ക് നോക്കാം. ഒരു കുടക്കീഴിൽ, അടുത്ത പേജ്. അപ്പൊ ഇതെല്ലാവരും എന്ത് ചെയ്യണം, നല്ല പോലെ പഠിക്കണം. മിസ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 62. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കുടക്കീഴിൽ കണ്ടോ നിങ്ങള്? ഒരു കുടക്കീഴിൽ നിൽക്കുന്നത് എന്താണ്? നല്ല സ്നേഹത്തോടെ ഒരുമയോടെ അവര് ഒരു കുടക്കീഴിൽ ഉണ്ടല്ലേ. കുറെ പേരുണ്ട്. 1 2 3 4 5 6 6 പേര് നിൽക്കുന്നുണ്ട് അല്ലേ. നോക്കിയേ എത്ര നല്ല ഇലാ നിൽക്കുന്നല്ലേ. അതാണ് എന്ത്? ഒരുമ. ഒരു കുടക്കീഴിൽ. നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞില്ലേ? ഒരുമ തന്നെ പെരുമ. കണ്ടോ നിങ്ങള്? ഒരു ഇതിലിട്ടിട്ട് കണ്ടോ? ഒരുമ തന്നെ പെരുമ. വായിച്ചു നോക്കിയേ. ഒരുമ തന്നെ പെരുമ. എന്താണ്? ഒരുമ തന്നെ പെരുമ. ഓക്കെ, അപ്പൊ പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു വർക്ക് ഉണ്ട്. എന്താണ്? ഒരുമ തന്നെ ഡേഷ്. എന്താ അവിടെ ചേർക്കേണ്ടത്? എന്താ ചേർക്കേണ്ടത്? എന്താ ആദ്യത്തെ ചേർക്കേണ്ട അവിടെ? പെരുമ. ഓക്കെ, കറക്റ്റ്. പെരുമ എഴുതിക്കോ. മുകളിൽ കണ്ടോ നിങ്ങൾ പെരുമാന്ന്? അത് നോക്കി എവിടെ എഴുതിയേ? ജോയലെ എഴുതിയേ? ജോയലെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ജോവിനും വേഗം എഴുതിയേ. ഒരുമ തന്നെ പെരുമ. അപ്പൊ പെരുമാന്ന് അവിടെ എഴുതണം. മുകളിൽ കണ്ടോ നിങ്ങൾ ആ കോളത്തിന്റെ ഉള്ളില്? അത് നോക്കി അവിടെ നീറ്റായി എഴുതിയേ. പെരുമ. അതുപോലെ എല്ലാരും ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്നലെ നമ്മൾ ഒരാളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഉണ്ടോ പല കുട്ടികളും? ഇല്ലല്ല. ആൾക്ക് മനസ്സിലായി ആരാണെന്ന്. അപ്പൊ ഇന്ന് മുതൽ അവര് കംപ്ലീറ്റ് ചെയ്തോളൂ അല്ലേ? ഞാൻ പേര് പറയുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോ ടെക്സ്റ്റ് കംപ്ലീറ്റ് ഉണ്ടാവണേ, ടെക്സ്റ്റ് നോട്ടും ഒക്കെ. ഒരുമ തന്നെ പെരുമ ഉണ്ടോ? അപ്പൊ അതിന്റെ തന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ? ഡേഷ് തന്നെ പെരുമ. എന്താ അവിടെ ചേർക്കേണ്ടത്? എന്താ ചേർക്കേണ്ടത് ഷഹുബറ? ഒരുമ അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ ആദ്യത്തേൽ ഒരുമ തന്നെ പെരുമ എന്ന് ചേർക്കണം. രണ്ടാമത്തതില് ആദ്യത്തെ വേർഡാണ് ചേർക്കേണ്ടത്. എന്ത്? ഒരുമ. ഒരുമ. ഓക്കെ, നോക്കി ശ്രദ്ധിക്കണം. അപ്പൊ ഒരുമ ചേർക്കണം. ഒരുമ തന്നെ പെരുമ. ആദ്യത്തെ ഡേഷിന്റെ അടുത്ത് ഒരുമ. ആദ്യത്തേൽ നമുക്ക് ഇങ്ങനെയാ, ആദ്യം തന്ന ഡേഷിന്റെ അടുത്ത് പെരുമയാണ്. ഒരുമ തന്നെ പെരുമ. രണ്ടാമത്തതില് ഒരുമ എന്നാണ് ചേർക്കേണ്ടത്. ഒരുമ തന്നെ പെരുമ. എല്ലാം ഒന്ന് തന്നെ. ഒരുമ തന്നെ പെരുമ. നെക്സ്റ്റ് അതിന്റെ താഴത്തേലെത്തുമ്പോ എങ്ങനെയാ? 2 ഡേഷ് ആയിട്ടുള്ള ഡേഷ് തന്നെ ഡേഷ്. എന്താ അവിടെ വരുവാ നീയാ? ഒരുമ. അതും കഴിഞ്ഞ് അതിന്റെ താഴത്തേല് ഡേഷ് തന്നെ ഡേഷ് ഉണ്ട്. അവിടെ എന്തൊക്കെ ചേർക്കണം? ഒരുമയും പെരുമയും അല്ലേ? അപ്പൊ ഒരുമാനും ചേർക്കണം. എന്നിട്ട് പിന്നത്തെ ഡേഷിന് എന്ത് ചേർക്കണം? പെരുമ. കണ്ടോ നിങ്ങളത്? ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തോ. അതിന്റെ ലാസ്റ്റിൽ എന്താണ്? 3 ഡേഷ് ആയിട്ടുള്ള എന്തായാലും നമ്മൾ എന്ത് ചേർക്കണം? എല്ലാം എഴുതണം. ഒരുമ തന്നെ പെരുമ എന്ന് എഴുതണം. ഇപ്പൊ മനസ്സിലായോ? 4 ആദ്യത്തേൽ ഒരുമ തന്നെ പെരുമ എന്നാണ് ആ ഡേഷിൽ ചേർക്കേണ്ടത്. രണ്ടാമത്തേൽ എന്താണ്? ഒരുമ എന്ന് ചേർക്കേണ്ടത്. ആദ്യം തന്നെ ഡേഷാണ്.
തന്നെ പെരുമാന്ന് അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അതിന്റെ താഴത്തേല് ഡേഷ് തന്നെ പെരുമാന്നാണ്. അപ്പൊ ഒരുമ തന്നെ പെരുമ. ഒരുമാന്നും മക്കൾ എഴുതണം, പെരുമാന്നും എഴുതണം. അതിന്റെ ലാസ്റ്റിൽ എന്താണ് മുഴുവൻ നിങ്ങൾ എഴുതണം. എന്താ ഒരുമ തന്നെ പെരുമാന്ന് നോക്കി എഴുതണം, തെറ്റിക്കാതെ. 4 കംപ്ലീറ്റ് ആയോ? ഓക്കെ, ആദ്യത്തിന് കംപ്ലീറ്റ് ആയി, റിച്ചാർഡിന് കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ മാർച്ചോടെ ഈ പാടൊക്കെ കഴിയേണ്ടതാണ് അല്ലേ? അപ്പോ അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് പഠിപ്പിച്ചതിന് ഡിക്റ്റേഷൻ ഇടും, നിങ്ങൾ പഠിച്ചിട്ട് വരണം കേട്ടോ. അതുപോലെ ഇനി നമുക്ക് 18ാമത്തെ ഒരു പാഠവും ഉണ്ട്, 19ാമത്തെ ഒരു പാഠവും ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ഇപ്പം മിസ് പോയത്. ഓക്കെ, ഇപ്പൊ 2 പാഠം നമുക്ക് മാർച്ച് 31 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ? അപ്പോ ആ ഒരുമ തന്നെ പെരുമ 4 എഴുതി കഴിഞ്ഞോ? എല്ലാവരും ഒന്ന് കൈപൊക്കിയേ, എഴുതി കഴിഞ്ഞെങ്കിൽ. ഓക്കെ, കംപ്ലീറ്റ് ആയി അല്ലേ? ജോവിനും ജോയിലും എഴുതിയില്ലേ? ഓക്കെ. മിഗ്ദാദ് എഴുതിയോ? മിഗ്ദാദേ എഴുതിയോ? ഓക്കെ. അപ്പോ മാറ്റി പറയാം എന്നുള്ളതില് ഒന്നിച്ചു കളിക്കാം എന്നാണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് ഇപ്പുറത്ത് എന്താ എഴുതിയിട്ടുള്ളത്? ഒന്നിച്ച് കളിച്ചു. അപ്പൊ അതിന്റെ താഴത്തെ എങ്ങനെയാ എഴുതേണ്ടത്? ഒന്നിച്ചു പാടാം എന്നാണ് ഉള്ളത്. എന്താ എഴുതേണ്ടത് അമൃത? ഒന്നിച്ചു പാടാം. എന്താവൂ അത് നേരം? ഒന്നിച്ച് പാടി. പാടി. ഓക്കെ, ഒന്നിച്ച് പാടി എഴുതിക്കോ. പാടി എഴുതാൻ അറിയോ? പാ എഴുതിയിട്ട് ആച്ചിനൂട്ടി ടാ എഴുതി വള്ളിയിടണം. പാടി. ഓക്കെ, അപ്പൊ ഒന്നിച്ച് കളിക്കാം എന്നുള്ളത് ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് പാടാം എന്നുള്ളത് പാടി. എഴുതാൻ അറിയില്ലേ? പാടി, ടാ എഴുതുക, വള്ളിയിടുക, പാടി. അടുത്തത് എന്താണ്? ഒന്നിച്ചു നിൽക്കാം എന്നാണ്. അന്നേരം എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഒന്നിച്ചു നിന്നു അല്ലേ? നിന്നു. ഒന്നിച്ചു നിന്നു. ഒന്നിച്ച് മുന്നേറാം. ഒന്നിച്ചു മുന്നേറി എന്നാണ് അല്ലേ? ഒന്നിച്ച് മുന്നേറി. ഓക്കെ, ഇത്രയാണ് അത് എഴുതേണ്ടത്. ഒന്നിച്ചു എന്ന് മിസ് എഴുതിയിട്ടാണ് നിങ്ങൾ അതും കൂടി എഴുതണം. ഇതിന്റെ മുമ്പിൽ ഒന്നിച്ചു പാടി, ഒന്നിച്ചു നിന്നു, ഒന്നിച്ചു മുന്നേറി. ഓക്കെ, ആ കോളത്തിലേക്ക് എടുത്ത് എഴുതേണ്ടതാണ്. മുന്നേറാം എന്നുള്ളത് മുന്നേറിയാവും. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത് നമ്മളോട്? മാറ്റി പറഞ്ഞവ മാറ്റി എഴുതാം, പിന്നെ മാറ്റി പറഞ്ഞു കളിക്കാം. അപ്പൊ ഇതേ ടൈപ്പിലുള്ള വാക്കുകൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാറ്റി പറഞ്ഞു കളിക്കാം എന്നാ പറഞ്ഞത്. ഒന്നിച്ചു നിൽക്കാം, ഒന്ന് മിസ് പറയാ. ഒന്നിച്ചു നിൽക്കാം അന്നേരം എന്താവുക? ഒന്നിച്ചു നിന്നു. പിന്നെയോ വേറെ ആർക്കെങ്കിലും പറയാൻ അറിയോ? അതേ ടൈപ്പിലുള്ള വേർഡുകള്, വേറെ ഏതെങ്കിലും പദങ്ങള്? ആർക്കുമില്ല? എന്താണ് ഐഫുന, അറിയോ?
ഒന്നിച്ച് കളിക്കാം, ഒന്നിച്ച് കളിച്ചോ. അതവിടെ ഇല്ലേ നമ്മ തന്നതില്. ഒന്നിച്ച് നിൽക്കാൻ പറഞ്ഞു, അതുപോലെ ഒന്നിച്ചിരിക്കാം അല്ലെ. എന്ത്? ഒന്നിച്ചിരുന്നു. ഒന്നിച്ചു നടക്കാം, ഒന്നിച്ചു നടന്നു അല്ലേ. അങ്ങനെ ആ ടൈപ്പിലാണ് എഴുതേണ്ടത്. എന്താണ് നീയൊക്കെ പറയാനുള്ളത്? ഒന്നിച്ചു പഠിക്കാം. ഒന്നിച്ചു പഠിക്കാം. അന്നേരം എന്ത് വരും? ഒന്നിച്ചു പഠിച്ചു. ഓക്കെ, ഒന്നിച്ചു പഠിക്കാം, ഒന്നിച്ചു പഠിച്ചു. ഇത് എഴുതിയെടുത്തോ മക്കളെ? ഇല്ലേ? എഴുതിയെടുത്തോ? എഴുതിയെടുക്ക്. ഒന്നിച്ചൊന്നും മുമ്പിൽ ചേർക്കണേ. മിസ് അത് എഴുതിയില്ല. ഒന്നിച്ചു പാടി, ഒന്നിച്ചു നിന്നു, ഒന്നിച്ചു മുന്നേറി. അപ്പൊ നമ്മുടെ ആ പാഠം ഫിനിഷായി അല്ലേ ഇന്ന്? എന്താണ്? ഒന്നുമില്ല, സിമ്പിളാണ്. എത്ര വരി പാട്ട്? 8 ലൈൻ പാട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഒന്നിച്ചൊന്നായി മുന്നേറാന്നാണ് പാഠത്തിന്റെ പേര്. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. ഈ 8 ലൈൻ വരിയാണ്. എന്ത് ചെയ്യണം മക്കള്? നല്ലപോലെ പഠിക്കണം. ഒന്നെന്നു ചൊല്ലുമ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പാടി പഠിക്കുക കേട്ടോ. അപ്പൊ അത്ര വരെയാണ് ആ പാഠഭാഗം ഉള്ളത്. എഴുതി കഴിഞ്ഞോ മക്കളെ? അപ്പൊ ഇതേ ടൈപ്പില് ഒന്നിച്ചു പഠിക്കാം, ഒന്നിച്ചു കളിക്കാം, ഒന്നിച്ചു നടക്കാം, ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചിരിക്കാം അല്ലെ. പലതും നമുക്ക് മാറ്റി പറഞ്ഞ് കളിക്കാം എന്നാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടം പോലെ പറയാം കേട്ടോ. അപ്പൊ അത്രയാണ് ആ പാടുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? പാഠം 18 കോഴിയമ്മയും മക്കളുമാണ് അല്ലേ. കോഴിയമ്മയും മക്കളെയും കണ്ടോ നിങ്ങള്? അടുത്ത ലാസ്റ്റ് കസേര കളി. നല്ല പാടായിരുന്നു രണ്ടും അല്ലേ. അപ്പൊ 2 പാടും കൂടെ ആയാല് 2 എണ്ണല്ലേ ഉള്ളൂ മക്കളെ. 3 എണ്ണം ഉണ്ടോ ഇനി? ഇല്ല. 2 പാടും കൂടെ നമ്മൾക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒന്നിച്ചൊന്നായി മുന്നേറാം എന്ന പാഠം മനസ്സിലായോ മക്കളെ? എഴുതി കഴിഞ്ഞോ ഇത്? ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഒന്നിച്ചൊന്നായി മുന്നേറാം എന്ന പാഠഭാഗം മനസ്സിലായോ? ഒന്നുമില്ല അല്ലേ? സിമ്പിൾ ആണ്. വീഡിയോ പോയി. ഓക്കെ, അപ്പൊ അതിലൊരു 8 ലൈനേ ഉള്ളൂ. മിസ്സിന്റെ വീഡിയോക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ആവുന്നത് ഇടക്കിടക്ക്. അപ്പോ 8 ലൈനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല പോലെ പാടി പഠിക്കണം. അതുപോലെ ഇതിൽ നിന്ന് കുറച്ച് ടഫില്ല വേർഡ്സുകളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ 2 ലൈൻ നോട്ട്ബുക്കിൽ എഴുതണം. ഹോംവർക്കിൽ നോട്ട്ബുക്കിൽ എഴുതണം അല്ലെ. ഹോംവർക്ക് പോലെ എഴുതണം കേട്ടോ. അപ്പൊ അത് മനസ്സിലായോ എല്ലാവർക്കും? എത്ര പേർക്ക് മനസ്സിലായി നോക്കട്ടെ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ അത് എടുത്ത് കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് കേട്ടോ മക്കളെ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഒന്നുമില്ല അല്ലേ. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നാലോ കൈ കോർത്തു പിടിക്കണം. കൈ കോർത്തു പിടിച്ചാലോ മെയ് ചേർന്ന് ചിരിക്കണം. മെയ് ചേർന്ന് ചിരിച്ചാലോ ഒന്നിച്ചൊന്നായി മുന്നേറാം. അത്രയാണ് ആ വരികള്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു കുടക്കീഴിൽ ഒരുമ തന്നെ പെരുമ. പൂരിപ്പിക്കാം എന്നുള്ളതില് ഒരുമ തന്നെ പെരുമ. അടുത്തതിൽ ഒരുമ തന്നെ പെരുമ. 4 പ്രാവശ്യം ഒരുമ തന്നെ പെരുമ എന്ന് എഴുതാൻ. നിങ്ങൾ ഓരോ പ്രാവശ്യവും കൂടുതൽ എഴുതിപ്പിച്ചിട്ട് അത് ഫുൾ എഴുതിപ്പിച്ചു. അത്രയേ ഉള്ളൂ. ഒരുമ തന്നെ പെരുമ, ഒരുമ തന്നെ പെരുമ. അത് പറയാൻ പഠിച്ചില്ലേ? ഒരുമ തന്നെ പെരുമ. നെക്സ്റ്റ് മാറ്റി പറയാന്നുള്ളത് ഒന്നിച്ചു കളിക്കാം, ഒന്നിച്ചു കളിച്ചു. ഒന്നിച്ചു പാടാം, ഒന്നിച്ചു പാടി. ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു നിന്നു. ഒന്നിച്ചു മുന്നേറാം, ഒന്നിച്ചു മുന്നേറി. വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ പാഠം?
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? നല്ലപോലെ വായിക്കോ? ഹോംവർക്ക് ചെയ്യോ? ഓക്കെ. അടുത്ത നമുക്ക് പാഠം 18 പഠിപ്പിക്കാനുള്ളത് അല്ലേ? ഇന്ന് പഠിപ്പിച്ചാലും കൂടി നിങ്ങൾക്ക് ഭയങ്കര ആവോ? എന്തേ റിച്ചാർഡേ? ഇല്ല അല്ലേ? ഒരുപാടാവോ റിച്ചാർഡേ? ഇല്ല. ഓക്കെ. കോഴിയമ്മേനി മക്കളെയും കണ്ടതുകൊണ്ട് ഏതായാലും ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? അല്ലേ ഹാദിയ? യെസ്. ഓക്കെ. എന്തേ സാവിയോക്ക് ഇന്ന് എടുക്കണ്ടേ? സാവിയോ മതി, കൊറേ എടുത്തില്ലേന്ന്. ഓക്കെ. അപ്പൊ ഇതൊന്ന് വായിക്കാം മിസ്. കഥ പാഠം 18 കോഴിയമ്മയും മക്കളും അല്ലേ? അപ്പൊ കഴിഞ്ഞ പാഠം മറന്നു പോരുത്, നല്ലപോലെ വായിക്കണം നിങ്ങള്, പാട്ട് പഠിക്കണം കാണാതെ. അപ്പൊ കോഴിയമ്മ അന്നും അതിരാവിലെ തന്നെ എഴുന്നേറ്റു. മക്കളെല്ലാം കിടന്നുറങ്ങുകയാണ്. അങ്ങനെയാണല്ലേ എല്ലായിടത്തും? അമ്മ നേരത്തെ എഴുന്നേക്കും, മക്കളെല്ലാം മൂടി പൊതിച്ച് കിടന്നുറങ്ങും അല്ലേ? കോഴിയമ്മ അവരെ വിളിച്ചു. മക്കളെ, എല്ലാവരും വേഗം എഴുന്നേൽക്ക്, നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം. പക്ഷേ മക്കളാരും എഴുന്നേറ്റില്ല. കോഴിയമ്മ മുറ്റത്തിറങ്ങി. മുറ്റം നിറയെ നെന്മണികൾ. കോഴിയമ്മ അത് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. കുറേ നേരം കൊത്തിപ്പെറുക്കിയപ്പോൾ അവൾ ക്ഷീണിച്ചു. എന്നിട്ടും മക്കളാരും വന്നില്ല. കൊത്തിപ്പെറുക്കിയ നെന്മണി കോഴിയമ്മ ഒരിടത്ത് കൂട്ടിയിട്ടു. ഇനി നെല്ല് കുത്തണം, അതിനെങ്കിലും മക്കൾ സഹായിക്കും, കോഴിയമ്മ കരുതി. എന്നാൽ വൈകി ഉണർന്ന മക്കൾ നേരെ കളിക്കാൻ പോയി. കോഴിയമ്മക്ക് സങ്കടമായി. കോഴിയമ്മ തന്നെ നെല്ല് കുത്തുകയും ചെയ്തു. ദാഹജലം കൊടുക്കാൻ പോലും മക്കൾ ഉണ്ടായില്ല. ഓ, സാരമില്ല, കളി കഴിഞ്ഞു വരുന്ന മക്കളോട് അരിയിടിക്കാൻ പറയാം. കളി കഴിഞ്ഞു വന്ന മക്കൾ കോഴിയമ്മ പറയുന്നത് ശ്രദ്ധിച്ചതേയില്ല. അവർ കഥ പറഞ്ഞ് രസിക്കാൻ തുടങ്ങി. കോഴിയമ്മ തനിയെ അരിയിടിച്ചു, അപ്പം ചുടുകയും ചെയ്തു. അപ്പത്തിന്റെ മണം പരന്നപ്പോൾ മക്കളുടെ വായിൽ വെള്ളമൂറി. അവർ ഒന്നിച്ച് ആവശ്യപ്പെട്ടു, അമ്മേ, വിശക്കുന്നു, അപ്പം താ. ആരാ നെല്ല് കുത്തിയത്? അമ്മ ചോദിച്ചു. കോഴിയമ്മ. ആരാ അരിയിടിച്ചത്? അതും കോഴിയമ്മ. ആരാ അപ്പം ചുട്ടത്? അതും കോഴിയമ്മ തന്നെ. മക്കൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോൾ കോഴിയമ്മ തന്നെ അപ്പം തിന്നുകയും ചെയ്തോളാം. ഇത് കേട്ട് മക്കളെല്ലാം തല താഴ്ത്തി നിന്നു. എന്നാൽ മക്കൾക്ക് കൊടുക്കാതെ അപ്പം തിന്നാൻ കോഴിയമ്മയ്ക്ക് മനസ്സ് വന്നില്ല. അമ്മ എല്ലാവർക്കും അപ്പം കൊടുത്തു. അമ്മയെ സഹായിക്കാത്തതിൽ അവർ സങ്കടപ്പെട്ടു. തങ്ങളാൽ ആവുന്ന വീട്ടുജോലികൾ ചെയ്യാമെന്ന് അവർ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. അല്ലെ? എന്താണ് കഥ? മടിയന്മാരായ കുറെ മക്കളുണ്ട് അല്ലേ കോഴിയമ്മക്ക്? നിങ്ങളെ പോലെയാണോ അവര്? മടിയുള്ളവരാണോ നിങ്ങള്? നിങ്ങൾ അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. കുറെ പേര് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്താ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അമ്മക്ക്? എന്താണ്? അരി ചോറ് വെച്ച് കൊടുക്കോ? കറി വെച്ച് കൊടുക്കോ? അല്ല പാത്രം കഴുകി കൊടുക്കോ? അല്ല അടിച്ചു വാരുവോ? എന്താ ചെയ്യുക? നിങ്ങൾ കുഞ്ഞുമക്കളാണല്ലേ, എന്നാലും അമ്മമാർക്ക് എന്ത് ചെയ്യണം? പറ്റുന്ന ജോലികൾ ചെയ്തു കൊടുക്കണം അല്ലെ? നമ്മൾ തന്നാലാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഹെൽപ്പ്, സഹായങ്ങൾ നമ്മൾ അമ്മയ്ക്കും അച്ഛനും ആർക്കായാലും വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലേ? അതാണ് നമ്മളോട് ഇതിൽ പറയുന്നത്. നമുക്ക് പറ്റുന്ന ജോലികൾ, തന്നാലാവുന്ന വിധത്തിലുള്ള ജോലികൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മ പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ അതാണ് ഈ കഥയിൽ പറഞ്ഞത്. എന്താണ്? കോഴിയമ്മയും മക്കളും. കോഴിയമ്മക്ക് മക്കളുണ്ടല്ലേ? എങ്ങനെയുള്ള മക്കളാ? ഹെൽപ്പൊന്നും ചെയ്യാത്ത മക്കളായിരുന്നു. പക്ഷേ അന്നത്തെ അനുഭവത്തിൽ നിന്ന് അവര് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അപ്പൊ എന്താ പറയുന്നത് ഇതില്? കോഴിയമ്മ അന്നും അതിരാവിലെ തന്നെ എഴുന്നേറ്റു. അതിരാവിലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ നീയ കാര്യമായിട്ട് പറയുന്നുണ്ട്? അതിരാവിലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ.
വളരെ രാവിലെ അല്ലേ? പുലർച്ചെ. രാവിലെ പറഞ്ഞാല് അതിരാവിലെ പറഞ്ഞാൽ രാവിലെക്ക് കുറച്ചും കൂടെ മുമ്പെയാണ് അല്ലേ? ഓക്കെ, പുലർച്ചെ തന്നെ എഴുന്നേറ്റു. മക്കളെല്ലാം എന്താ ചെയ്യുന്നത്? സാധാരണ അങ്ങനെയാണല്ലേ, അമ്മമാർക്ക് എഴുന്നേറ്റ് പണിയെടുക്കുമ്പോൾ മക്കൾ കിടന്നുറങ്ങും അല്ലേ? അപ്പൊ മക്കളെല്ലാം കിടന്നുറങ്ങുകയാണ്. കോഴിയമ്മ അവരെ വിളിച്ചു. മക്കളെ, എല്ലാവരും വേഗം എഴുന്നേൽക്ക്, നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? പക്ഷേ മക്കളാരും എഴുന്നേറ്റില്ല. എല്ലാരും മടിയന്മാരനല്ലേ, അവര് സുഖമായി കടന്നുറങ്ങി. കോഴിയമ്മ മുറ്റത്തിറങ്ങി. മുറ്റം നിറയെ നെന്മണികള്. കോഴിയമ്മ അത് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. കുറെ നേരം കൊത്തിപ്പെറുക്കിയപ്പോൾ അവൾ ക്ഷീണിച്ചു. എന്നിട്ടും മക്കളാരും വന്നില്ല അല്ലേ? കുറെ നേരം അമ്മ നെന്മണികൾ കൊത്തിപ്പറക്കി. അപ്പൊ എന്ത് ചെയ്തു? ക്ഷീണം വന്നു. എന്നാലും മക്കളാരും എഴുന്നേറ്റ് വന്നില്ല. എല്ലാവരും സുഖമായി കടന്നുറങ്ങുമായിരുന്നു അല്ലേ? എന്താണ് ആ 2 പാരഗ്രാഫിൽ ഒന്നുകൂടെ വായിക്കാം. കോഴിയമ്മ അന്നും അതിരാവിലെ തന്നെ എഴുന്നേറ്റു. മക്കളെല്ലാം കിടന്നുറങ്ങുകയാണ്. കോഴിയമ്മ അവരെ വിളിച്ചു. മക്കളെ, എല്ലാവരും വേഗം എഴുന്നേൽക്ക്, നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ മക്കളാരും എഴുന്നേറ്റില്ല. കോഴിയമ്മ മുറ്റത്തിറങ്ങി. മുറ്റം നിറയെ നെന്മണികൾ. കോഴിയമ്മ അത് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. കുറെ നേരം കൊത്തിപ്പെറുക്കിയപ്പോൾ അവൾ ക്ഷീണിച്ചു. എന്നിട്ടും മക്കളാരും വന്നില്ല. അത്ര പോരായി അല്ലേ? ആ കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിന് എന്ത് പാടാണ് നമുക്ക് പഠിച്ചത്? നമുക്ക് അവിടുന്ന് ശേഷമുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം അല്ലേ? ഒരുപാടാകുമ്പോൾ നിങ്ങൾക്ക് ഇതാവും. അപ്പോ എന്താ പഠിച്ചത്? നമുക്ക് തന്നാലാവുന്ന വിധത്തിലുള്ള ജോലികൾ എന്ത് ചെയ്യണം? അമ്മമാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലേ? പറ്റുന്നത് ഒരേ ഉറക്കമുറങ്ങാതെ എന്ത് ചെയ്യണം? അമ്മയെ ഹെൽപ്പ് ചെയ്യണേ എല്ലാവരും. അമ്മക്കും ക്ഷീണം ഉണ്ടാവില്ലേ അല്ലേ? ഓക്കെ, എന്താ സാവിയൊക്കെ എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്, പറഞ്ഞു. കുറച്ചിങ്ങോട്ട് പറഞ്ഞു ശരിക്ക് ഇതിന്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞ മോൻ. കുറച്ച് ഇടക്കിടക്ക് ക്ലിയർ ആവുന്നില്ല. ആ, അതുപോലെ തന്നെ കഥയുണ്ട് മോൻ പഠിച്ചിട്ടുണ്ട്. മടിയ. ജസ്റ്റ് ഏത് കഥയിലും എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഒരു ഗുണപാഠാണ്. എന്ത്? നിങ്ങൾ ഇന്നത്തെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം അല്ലെ? തന്നാലാവുന്ന വിധത്തിലുള്ള ഹെൽപ്പുകള് അച്ഛനും അമ്മക്ക് ചെയ്യണം അല്ലേ? ഓക്കെ, ആർക്ക് വേണമെങ്കിൽ ആർക്കായാലും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ നല്ല കുട്ടികളായിരിക്കണം അല്ലേ? അപ്പൊ മോൻ പഠിച്ചത് ആ കുറുക്കന്റെ കഥയാണോ? അതെ അല്ലേ? കഥ അറിയോ പറയണമെന്നുണ്ടോ കഥ? പറഞ്ഞോ എന്നാ മോൻ ആ കഥ. ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് അപ്പം കിട്ടും. അപ്പൊ കഴിച്ചു കഴിഞ്ഞ പാടെയാണ് രണ്ട് കൂട്ടം വരുന്നു. അപ്പൊ എന്താ കുറുക്കന്മാരെ എന്ന് ചോദിച്ചു. കോഴിയമ്മ നമുക്ക് വിശക്കുന്നു അല്ലേ? വിശക്കുന്നു, എന്തെങ്കിലും ചോദ്യമോന്ന് പറഞ്ഞു. അയ്യോ അരിയില്ല, എല്ലാം കുഞ്ഞുങ്ങൾ കഴിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യും, കുഞ്ഞിന്റെ കടയിൽ നിന്ന് കുറച്ച് അരി മേടിച്ചിടുക. കുറുക്കന്മാര് ഇന്നില്ല, എനിക്ക് വിശന്ന് പാല് വേദനിക്കുന്നു, നമുക്ക് അങ്ങനെ പറഞ്ഞു. തന്നെ പോയി മേടിച്ചോണ്ട് വന്നു. പറഞ്ഞു അരി കൊണ്ടുപോയി അരയ്ക്കാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അയ്യോ നമുക്ക് അരി അരക്കുന്ന കൈ വേദനയെടുക്കുന്നു, വിശന്നു. അപ്പൊ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം കോഴിയമ്മ പറഞ്ഞു.
ഇപ്പോൾ തീ കത്തിക്കാൻ പറഞ്ഞു. തീ കത്തിക്കുമ്പോ എനിക്ക് ചൂട് എനിക്ക് തീ കത്തിക്കുമ്പോ പറഞ്ഞോ അപ്പോ അപ്പോ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തന്നെ കത്തിച്ചോളാം. അപ്പം ചൂടാൻ പറ്റുമോ? ഇല്ല ഇല്ല, നമ്മൾ പോയി കുഞ്ഞുങ്ങളെ കൊടുത്ത് കഴിച്ചോളാം. ഓക്കേ എന്ന് പറഞ്ഞു. അപ്പത്തിന്റെ മണം ഇലപ്പത്തിന്റെ മണം വന്നപ്പം ചെറുക്കന്മാർക്ക് വായില് വെള്ളം ഊറി. എനിക്ക് പോയി ചോദിച്ചു, കോഴിയമ്മ 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 ഇങ്ങനെ കോഴിയമ്മ ചോദിച്ചു. കോഴിയമ്മ ഒരു കുറച്ച് ഉത്തരങ്ങൾ പറയാൻ പറഞ്ഞു. ഓക്കെ കോഴിയമ്മ, വിശന്നിട്ട് വയ്യ. ആരാ അരി മേടിച്ചത്? കോഴിയമ്മ. ആരാ അരി ഇടിച്ചത്? കോഴിയമ്മ. ആരാ അപ്പം ചുട്ടത്? ആരാ അപ്പം ചുട്ടത്? കോഴിയമ്മ.